ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ജേപോൾ ആൻറ്റിന കുറേ നാളായിട്ട് സ്റ്റക്കായിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ തട്ടിക്കൂട്ട് സെറ്റപ്പിലൊക്കെ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എലമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ എലമെൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആൻറ്റിന അയച്ചിട്ട് നമുക്കിതിൻ്റെ റീപ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ, ഇത് ആക്ച്വലി ഇവിടെ ഒടിഞ്ഞു പോയതാണ്. അതിൽ ഈ രണ്ട് കമ്പൊക്കെ ഇട്ട് നമ്മുടെ സ്കൗട്ടിങ്ങിനകത്തെ കെട്ടുകളൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്യരുത്, കാരണം നമ്മുടെ റേഡിയോയിൽ റിഗ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ നമ്മൾ എമിറ്റ് ചെയ്യുന്ന പവർ പോയിട്ട് തിരിച്ച് റേഡിയോയിലോട്ട് വന്നു കഴിഞ്ഞാൽ റേഡിയോ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനത് അധികം ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതൊന്ന് അഴിച്ചിട്ട് നമുക്ക് ബാക്കി ഇതിൻ്റെ എലമെൻറ്റ് അഴിച്ച് ഇതിനകത്ത് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ എലമെൻറ്റ്, ജേപോളിന് വേണ്ടിയിട്ടുള്ള എലമെൻറ്റ്. അത്യാവശ്യം നീളമുള്ള ഒരു എലമെൻറ്റാണ്. ഈ എലമെൻറ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ് വാങ്ങിച്ചത്. അശ്വിനാണ് പേര്, എറണാകുളത്തുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അശ്വിനാണ് എനിക്കിത് അറേഞ്ച് ചെയ്ത് തന്നത്. ഇതെൻ്റെ ഒടിഞ്ഞു പോയപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൻറ്റിനായിരുന്നു. ഒടിഞ്ഞു പോയപ്പോൾ എന്തായാലും ഇതിപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് സെറ്റപ്പ് നമ്മൾ കട്ട് ചെയ്ത് വിടുകയാണ്. ഇല്ലായിരുന്നു നമ്മൾ ഇത്ര നാൾ ഈ ആൻറ്റിന വെച്ചിരുന്നത്. ശരിക്കും വേണ്ട നോക്കിയാൽ അറിയാം, ഇതിൻ്റെ അറ്റൊക്കെ ഒടിഞ്ഞ്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഇത് ഇച്ചിരി ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചേ, അതങ്ങ് ഒടിഞ്ഞ് കയ്യിലിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പം നമുക്ക് ഇതും കൂടെ അയക്കാം. നമ്മുടെ സ്കൗട്ടിൻ്റെ കെട്ടൊക്കെ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് വിടാം, ബാക്കി നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആൻറ്റിന അഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കമത്തി കളഞ്ഞ് കുറേ ഉറുമ്പൊക്കെ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം ഈ ആൻറ്റിനയുടെ ഈ സൈഡിലൊരു ഫൈബർ എലമെൻ്റാണ്, ഒരു ഇതാണല്ലോ, ഫൈബർ കൊണ്ടുള്ളതാണ്. അതിൽ നമ്മൾ സ്ക്രൂ ഇട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചിട്ട് വേണം നമ്മുടെ ഇവിടെ ഉള്ള ഈ ഒരു സ്ക്രൂ വെച്ചിട്ടുള്ള പുതിയ എലമെൻറ്റ് കയറ്റാൻ. പിന്നെ ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഈ ഒരു ബോർഡിനാണ് ശരിക്കും എക്സ്പെൻസീവ് ഇതിനകത്ത് വരുന്നത്. ഈ എലമെൻറ്റിന് ശരിക്കും 10-50 രൂപയ്ക്ക് അടുത്തേ വരുന്നുള്ളൂ. പക്ഷേ ഈ ബോർഡിന് മാത്രം നല്ല വില വരുന്നുണ്ട്. അതാണ് ഈ ആൻറ്റിനയുടെ ഏറ്റവും കൂടുതൽ വില ഉള്ളത്. പിന്നെ ഈ 5 ഗ്ലാസ് വലിയ കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഇതിനാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും അഴിക്കുകയാണ്, ഇതും അഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഇതും അഴിക്കുകയാണ്. അഴിച്ചിട്ട് അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒടിഞ്ഞ പഴയ ആൻറ്റിന. ഇത് നമ്മുടെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ പുതിയ ആൻറ്റിന ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ എൻഡ് മുതൽ ഇതിനകത്തോട്ട് കയറ്റി വെക്കും. എൻഡ് മുതലേ കയറ്റി ഈ ഒരു പോർഷൻ കവറായി. എനിക്ക് ഇവിടേക്ക് ഇച്ചിരി ചളിങ്ങിരിപ്പുണ്ട്, ആ ഹോളിട്ടതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് അധികം എടുത്ത് വേണം ഞാൻ താഴോട്ട് കയറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻറ്റിനയിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ കറക്റ്റ് ഡയറക്ഷനിൽ നമ്മൾ വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ടൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ 2 സ്ക്രൂ ഉണ്ട്. ഇതിൽ ഒരു എൻഡ് ഈ സൈഡും അപ്പുറത്തെ എൻഡിലും കൂടെ നമ്മൾ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതെല്ലാം കയറ്റി ഇവിടെ ടൈറ്റ് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് നമുക്കിവിടെ ഒരു പണി കിട്ടിയത്. 8ൻ്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഈ ആൻറ്റിന വന്നതിനകത്ത് ആ ഹോളിൻ്റെ ഡിഫറൻസും ഇതിനകത്ത് ഓൾറെഡി ഉള്ള ഹോളിൻ്റെ ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ഇത് വന്നിരുന്നു, ഒരു എന്താ പറയുക, ഇത് സ്ക്രൂ ചെയ്യുന്ന ഒരു സ്ക്രൂ വന്നിരുന്നു. ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ക്രൂ ഇതിനകത്തൂടെ കയറിപ്പോവും. അപ്പോൾ ഈ പഴയ സ്ക്രൂ മാത്രമേ നമുക്കിപ്പോൾ ഇതിൽ ഇടാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ സ്ക്രൂവിൻ്റെ സൈസ് ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പണി കിട്ടി. എന്നാൽ നമ്മൾ പഴയ സ്ക്രൂ ഇട്ടിട്ട് എന്തെങ്കിലും ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്നിടത്ത് വെച്ചാണ്. തൽക്കാലം ഒരു സ്ക്രൂവേ നമ്മൾ ഇടുന്നുള്ളൂ. അത് മുകളിലത്തെ തന്നെ ഇടാം, താഴത്തെ തൽക്കാലം ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി സ്ക്രൂ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ആകെയുള്ള 2 സ്ക്രൂ വെച്ചിട്ട് 2 സ്ക്രൂവേ നമ്മൾ ഇടുന്നുള്ളൂ. ബാക്കി 2 ഹോള് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് 2 സ്ക്രൂ മാത്രം ഇട്ട് ടൈറ്റ് ചെയ്യാണ്. കുറേ നാളായിട്ട് ഇത് സ്റ്റക്കായിരിക്കുകയാണ്. ഇത് ഇന്നെങ്കിലും ഒന്ന് അപ്പിയിടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മോളിൽ കയറിയാണ്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ടൈറ്റ് ചെയ്യുന്നില്ല, കാരണം ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്താണ് ഈ ആൻറ്റിൻ്റെ കഴിഞ്ഞാണ് ഒടിഞ്ഞു പോയത്. അതുകൊണ്ട് ഒരു മയത്തിൽ നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി നമ്മുടെ ബാക്കി ഇതിൻ്റെ കണക്ടറാണ്. ഇത് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ
നമ്മുടെ ആൻറ്റിനയ്ക്ക് പൊക്കം വെക്കുന്ന അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പം ബാക്കി നമുക്കിനി സ്റ്റാൻഡിൽ കാണാം. സിംപ്ലക്സിലൊക്കെ കൺട്രോളായിട്ട് വർക്ക് ചെയ്യാൻ ഈ ജേപ്പോൾ ആൻറ്റിൻ നമുക്ക് യൂസ് ചെയ്യാം.